ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ പ്രോബ്ലം ചെയ്യാനാവശ്യമായിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ വീട് നമ്മൾ ലെറ്റ് ഔട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് നമ്മൾ ടാക്സ് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഇൻകമാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇൻകം ഫ്രം HP അല്ലെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ പറയുന്ന കുറച്ച് തിയറീസ് ആണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരു വ്യക്തിക്ക് രണ്ട് വീട് സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ട് കാണിക്കാൻ വേണ്ടി പറ്റും. ഒരു വ്യക്തിക്ക് മാക്സിമം 2 വീട് സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ട് വെക്കാം. ഇനിയിപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു 3-4 വീടുണ്ടെങ്കിൽ അതിൽ ആനുവൽ വാല്യൂ ഏറ്റവും കൂടിയ 2 വീട് നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ട് കാണിക്കാം. ഒരു വ്യക്തിക്ക് 3-4 വീടുണ്ടെങ്കിൽ അതിൽ ആനുവൽ വാല്യൂ കൂടിയ 2 വീട് നമുക്ക് സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ട് വെക്കാം. പിന്നെ സെൽഫ് ഒക്കുപ്പൈഡിൻ്റെ ആനുവൽ വാല്യൂ എപ്പോഴും നില്ലായിരിക്കും. സെൽഫ് ഒക്കുപ്പൈഡിൻ്റെ ആനുവൽ വാല്യൂ എപ്പോഴും നില്ലായിരിക്കും. അതുകൊണ്ട് ആനുവൽ വാല്യൂ മുതലാണ് നമ്മൾ സെൽഫ് ഒക്കുപ്പൈഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ സെൽഫ് ഒക്കുപ്പൈഡിൻ്റെ ആനുവൽ വാല്യൂ എപ്പോഴും നില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും സെൽഫ് ഒക്കുപ്പൈഡിന് ലോസ് മാത്രമേ ഉണ്ടാവും. അതായത് വരുമാനം, ഇൻകം ഉണ്ടാവില്ല. എപ്പോഴും സെൽഫ് ഒക്കുപ്പൈഡിന് ലോസ് മാത്രമേ ഉണ്ടാവും. ആകെ സെൽഫ് ഒക്കുപ്പൈഡിന് നമ്മൾ കുറയ്ക്കുന്നത്, അതായത് ആനുവൽ വാല്യൂ നില്ലാണ്, അതിൽ നിന്ന് നമുക്ക് ആകെ കുറയ്ക്കാൻ പറ്റുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമാണ്. ഓക്കെ, അപ്പോൾ സെൽഫ് ഒക്കുപ്പൈഡിൻ്റെ കാര്യം ഓർത്തിരിക്കുക. സെൽഫ് ഒക്കുപ്പൈഡിൻ്റെ ആനുവൽ വാല്യൂ എപ്പോഴും നില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ സെൽഫ് ഒക്കുപ്പൈഡിന് എപ്പോഴും ലോസ് ആയിരിക്കും ഉണ്ടാകുന്നത്. സെൽഫ് ഒക്കുപ്പൈഡിൽ നമ്മൾ ആനുവൽ വാല്യൂവിൽ നിന്ന് ആകെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമാണ്. അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമേ നമുക്ക് കുറയ്ക്കാൻ പറ്റൂ. ഇനി നമുക്ക് ഈ ഇൻട്രസ്റ്റ് ഓൺ ലോൺ തന്നെ 1/4/1999 മുമ്പ് എടുത്ത ലോൺ ആണെങ്കിൽ നമുക്ക് 30,000 മാത്രമേ ലോണിൻ്റെ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ പറ്റൂ. 1/4/99 മുമ്പ് എടുത്ത ലോൺ ആണെങ്കിൽ മാക്സിമം ഇൻട്രസ്റ്റ് 30,000 മാത്രമേ നമുക്ക് സെൽഫ് ഒക്കുപ്പൈഡിൽ നിന്ന് കുറയ്ക്കാൻ പറ്റൂ. സെൽഫ് ഒക്കുപ്പൈഡിൻ്റെ ആനുവൽ വാല്യൂവിൽ നിന്ന് നമുക്ക് 1/4/99 മുമ്പ് എടുത്ത ലോൺ ആണെങ്കിൽ 30,000 മാത്രമേ കുറയ്ക്കാൻ പറ്റൂ. 1/4/1999 ശേഷമാണെങ്കിൽ ഇത് 2 ലക്ഷം വരെ നമുക്ക് കുറയ്ക്കാം. 1/4/99 മുമ്പ് 30,000, 1/4/1999 ശേഷം മാക്സിമം 2 ലക്ഷം വരെ നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് ഓൺ ലോൺ കുറയ്ക്കാം. ഇനിയിപ്പോൾ ഈ 2 വീടും കൂടിയിട്ട്, 2 വീടുണ്ടെങ്കിൽ, 2 സെൽഫ് ഒക്കുപ്പൈഡ് ഉണ്ടെങ്കിൽ 2നും കൂടിയിട്ട് 2 ലക്ഷം മാത്രമേ നമുക്ക് കുറയ്ക്കാൻ പറ്റൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ വീടിന് ഒരു 1,50,000 ഇൻട്രസ്റ്റ് ഓൺ ലോൺ അല്ലെങ്കിൽ ലോസ് ഉണ്ട്. രണ്ടാമത്തെ സെൽഫ് ഒക്കുപ്പൈഡിന് അതേപോലെ 1,50,000 ഉണ്ട്. അപ്പോൾ മൊത്തം 3 ലക്ഷമാണ് നമ്മുടെ ലോസ് എന്ന് പറയുന്നത്. 2 സെൽഫ് ഒക്കുപ്പൈഡിനും കൂടിയിട്ട് 3 ലക്ഷം ലോസ് ഉണ്ട്. പക്ഷെ നമുക്ക് 2 ലക്ഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റൂ. അതായത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ മാക്സിമം 2 ലക്ഷം മാത്രമേ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് 1/4/99 മുമ്പാണെങ്കിൽ 30,000, 1/4/99 ശേഷമാണെങ്കിൽ 2 ലക്ഷം വരെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ കുറയ്ക്കാം. ഇനി ഈ 2 ലക്ഷത്തിൽ തന്നെ നമുക്ക് 1/4/99 ശേഷം നമ്മൾ ഈ ലോൺ എടുക്കുന്നത് റിപ്പയറിങ്ങിനോ റീകൺസ്ട്രക്ഷനോ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് അത് 30,000 കുറയ്ക്കാൻ പറ്റും. അതായത് പുതുതായിട്ട് വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് 2 ലക്ഷം തന്നെ കുറയ്ക്കാം. പക്ഷേ ഉള്ള വീട് റീകൺസ്ട്രക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നതാണെങ്കിൽ, മോഡിഫിക്കേഷൻ വരുത്തുന്നതാണെങ്കിൽ, റിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ, റീകൺസ്ട്രക്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് 30,000 മാത്രമേ കുറയ്ക്കാൻ പറ്റൂ. 2 ലക്ഷം കുറയ്ക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് ഓർത്തിരിക്കുക. 1/4/99 മുമ്പ് 30,000 മാത്രമേ കുറയ്ക്കാൻ പറ്റൂ. ഏത് രീതിയിലായാലും 1/4/99 ശേഷം 2 ലക്ഷം വരെ കുറക്കാം. അതിൽ തന്നെ ഈ ലോൺ എടുക്കുന്നത് റിപ്പയറിങ്ങിനോ റീകൺസ്ട്രക്ഷനോ, അതായത് വീട് മോഡിഫൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് 30,000 മാത്രമേ കുറക്കാൻ പറ്റൂ. 2 ലക്ഷം കുറക്കാൻ വേണ്ടി പറ്റില്ല. ഇനി ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഏതിന് മാത്രമേ ഉള്ളൂ, സെൽഫ് ഒക്കുപ്പൈഡിന് മാത്രമേ ഈ ലിമിറ്റ് ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ലെറ്റ് ഔട്ടിന് ഈ ലിമിറ്റ് ഇല്ല. നമ്മളിപ്പോൾ പറയുന്നത് സെൽഫ് ഒക്കുപ്പൈഡിൻ്റെ കേസാണ്. ഒരു വ്യക്തിക്ക് 2 വീട് സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ട് വെക്കാം. ഈ 2 വീടിനും കൂടി മാക്സിമം ഈ പറഞ്ഞ ലിമിറ്റ് മാത്രമേ, 2 ലക്ഷം മാത്രമേ നമുക്ക് കുറക്കാൻ പറ്റൂ. ഇത് സെൽഫ് ഒക്കുപ്പൈഡിന് മാത്രമേ ഈ ലിമിറ്റ് ഉള്ളൂ. ആ കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ലെറ്റ് ഔട്ടിന് ഈ ലിമിറ്റ് ഇല്ല, ഇൻട്രസ്റ്റ് ഓൺ ലോണിന് ലിമിറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കഴിഞ്ഞു. ഇനി
ലെറ്റ് ഔട്ടിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, ലെറ്റ് ഔട്ടിന് ഇൻട്രസ്റ്റ് ലോൺ ഇല്ല, ഇൻട്രസ്റ്റ് ലോണിന് ലിമിറ്റ് ഇല്ല. ഇനി ലെറ്റ് ഔട്ടിൽ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാണുന്നത്, നിങ്ങൾക്കറിയാം ഗ്രോസ് ആനുവൽ വാല്യൂ കാണുന്നത് നമ്മൾ ആദ്യം എന്ന് കണ്ടുപിടിക്കുന്നത് റീസണബിൾ റെൻ്റ് ആണ്. റീസണബിൾ റെൻ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹയർ ഓഫ് MV ഓർ FRV സബ്ജക്റ്റ് ടു സ്റ്റാൻഡേർഡ് റെൻറ്റ്. നിങ്ങൾക്കറിയാം ആദ്യം നമ്മൾ MV മുനിസിപ്പൽ വാല്യൂഷനും FRV ഫെയർ റെൻ്റൽ വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്യും, എന്നിട്ട് ഹയർ വാല്യൂ എടുക്കും. MVയും FRVയും തമ്മിൽ കമ്പയർ ചെയ്യും, ഹയർ എടുക്കും. എന്നിട്ട് ആ ഹയർ കിട്ടിയ വാല്യൂ സ്റ്റാൻഡേർഡ് റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യും, ലോവർ വാല്യൂ എടുക്കും. ആദ്യം MVയും FRVയും കമ്പയർ ചെയ്യും, ഹയർ എടുക്കും. ആ ഹയർ കിട്ടിയ വാല്യൂ സ്റ്റാൻഡേർഡ് റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യും, എന്നിട്ട് ലോവർ വാല്യൂ എടുക്കും. ഏതാണ് കുറവ് അതെടുക്കും. അതാണ് നമ്മുടെ റീസണബിൾ റെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റീസണബിൾ റെൻ്റ് എന്ന് പറയുന്നത് ഹയർ ഓഫ് MV ഓർ FRV സബ്ജക്റ്റ് ടു സ്റ്റാൻഡേർഡ് റെൻറ്റ്. സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോവർ എടുക്കും. അതാണ് നമ്മുടെ റീസണബിൾ റെൻറ്റ്. റീസണബിൾ റെൻറ്റ് നമ്മുടെ ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും. റീസണബിൾ റെൻറ്റ് ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും. ആക്ച്വൽ റെൻറ്റ് നമുക്ക് മന്ത്ലി ആയിരിക്കും ചിലപ്പോൾ തന്നിട്ടുണ്ടാവുക. അത് നമ്മൾ എന്ത് ചെയ്യുക, എത്ര മാസം ആണ് റെൻറ്റിന് നിന്നത് അത്ര മാസത്തേക്ക് അതിനെ ഇൻറ്റു ചെയ്യുക, എന്നിട്ട് ആക്ച്വൽ റെൻറ്റ് കണ്ടുപിടിക്കുക. ഇനി റീസണബിൾ റെൻറ്റും ആക്ച്വൽ റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യും, ഹയർ എടുക്കും. ആ ഹയർ എടുക്കുന്ന വാല്യൂ ആണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഹയർ എടുക്കുന്ന വാല്യൂ ആണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാണുന്നത് റീസണബിൾ റെൻറ്റും നമ്മുടെ ആക്ച്വൽ റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യും, എന്നിട്ട് ഹയർ എടുക്കും. അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഇനി ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് മെയിനായിട്ട് 2 ഡിഡക്ഷൻ ആണുള്ളത്. ഒന്ന് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 23 പ്രകാരം വരുന്ന 2 ഡിഡക്ഷനും 24 പ്രകാരം വരുന്ന 2 ഡിഡക്ഷനുമാണ് ഉള്ളത്. ഇനി ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 23 പ്രകാരം അതിൽ 2 ഡിഡക്ഷൻ ഉണ്ട്. ഒന്ന് മുനിസിപ്പൽ ടാക്സും ഒന്ന് അൺറിയലൈസ്ഡ് റെൻറ്റും. അപ്പോൾ ആദ്യത്തെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് മുനിസിപ്പൽ ടാക്സ് ആണ്. മുനിസിപ്പൽ ടാക്സ് നമ്മൾ എപ്പോഴും കാണുന്നത് മുനിസിപ്പൽ വാല്യുവേഷൻ്റെ മുകളിലാണ്. മുനിസിപ്പൽ വാല്യുവേഷൻ അല്ലെങ്കിൽ MVയുടെ മുകളിലാണ് നമ്മൾ മുനിസിപ്പൽ ടാക്സ് കാണുന്നത്. അതേപോലെ മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുനിസിപ്പൽ ടാക്സ് എന്താണ് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. മുനിസിപ്പൽ ടാക്സ് ഡ്യൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, 23 പ്രകാരം അത് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മുനിസിപ്പൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു കാര്യം, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ മാത്രമേ നമുക്ക് കുറയ്ക്കാൻ പറ്റൂ. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ടെനൻറ്റ് നമുക്കൊരിക്കലും കുറയ്ക്കാൻ വേണ്ടി പറ്റില്ല. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ മാത്രമേ നമുക്ക് കുറയ്ക്കാൻ പറ്റൂ. ടെനൻറ്റ് അത് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എന്ന് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കുറയ്ക്കാൻ വേണ്ടി പറ്റൂ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മുനിസിപ്പൽ ടാക്സ് നമുക്ക് മുൻപത്തെ വർഷത്തേത് നമുക്ക് എന്താണ് മുൻപത്തെ വർഷത്തെ മുനിസിപ്പൽ ടാക്സ് നമ്മളിപ്പോൾ പേ ചെയ്താലോ അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ടുള്ള നമ്മൾ വരും വർഷങ്ങളിൽ അടക്കേണ്ട മുനിസിപ്പൽ ടാക്സ് നമ്മളിപ്പോൾ പേ ചെയ്ത് കഴിഞ്ഞാലോ അത് പെയ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വർഷം എന്താണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഇപ്പോൾ മുനിസിപ്പൽ ടാക്സ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ അടയ്ക്കുന്നതും അതേപോലെ അരിയേഴ്സ് ആയിട്ട് നമ്മൾ അടയ്ക്കാനുള്ളതും നമ്മൾ ഈ വർഷം അടക്കുകയാണെങ്കിൽ നമുക്കതിന് ഡിഡക്ഷൻ കിട്ടും. മുനിസിപ്പൽ ടാക്സുമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് MVയുടെ മുകളിലാണ് നമ്മൾ മുനിസിപ്പൽ ടാക്സ് കാണുന്നത്. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ കിട്ടൂ. ടെനൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്കതിന് ഡിഡക്ഷൻ ഇല്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്, മുനിസിപ്പൽ ടാക്സിൻ്റെ അരിയേഴ്സും അല്ലെങ്കിൽ അഡ്വാൻസും നമ്മൾ ഈ വർഷം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇനി ചിലപ്പോൾ ചില കേസിൽ മുനിസിപ്പൽ ടാക്സ് ഹാഫ് എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാഫ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഡിഡക്റ്റ് ചെയ്യുന്നില്ല. ഹാഫ് ആയിരിക്കും ഓണർ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഹാഫ് മാത്രമേ നമ്മൾ എന്താണ്, നമുക്ക് ഹാഫിന് മാത്രമേ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മുനിസിപ്പൽ ടാക്സുമായിട്ട് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് അൺറിയലൈസ്ഡ് റെൻ്റ് ആണ്. അൺറിയലൈസ്ഡ് റെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ക്വസ്റ്റ്യനിൽ അൺറിയലൈസ്ഡ് റെൻറ്റും വേക്കൻസി അല്ലെങ്കിൽ ലോസ് ഡ്യൂ ടു വേക്കൻസി എന്നോ അല്ലെങ്കിൽ വേക്കൻ്റ് ആയിട്ട് ഇപ്പോൾ 2-3 മാസം വേക്കൻ്റ് എന്നോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യനിൽ വേക്കൻസിയും അൺറിയലൈസ്ഡ് റെൻറ്റും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് അൺറിയലൈസ്ഡ് റെൻറ്റ് കുറയ്ക്കാൻ പാടില്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ വേക്കൻസിയും അതേപോലെ തന്നെ അൺറിയലൈസ്ഡ് റെൻറ്റും തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നമ്മൾ ഒരിക്കലും ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് അൺറിയലൈസ്ഡ് റെൻറ്റ് കുറയ്ക്കാൻ പാടില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നമ്മുടെ ആനുവൽ റെൻറ്റിൽ നിന്ന്, ആനുവൽ റെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്കുള്ള റെൻറ്റ്, അതായത് മന്ത്ലി റെൻറ്റിന് മന്ത്ലി ഇപ്പോൾ ഒരു 10,000 ആണെങ്കിൽ നമ്മൾ ഒരു വർഷത്തേക്ക് എന്ത് ചെയ്യും,
10,000 ഇൻറ്റു 12, അതാണ് നമ്മുടെ ആനുവൽ റെൻറ്റ്. നമ്മൾ ആനുവൽ റെൻറ്റിൽ നിന്നാണ് നമ്മൾ അൺറിയലൈസ്ഡ് റെൻറ്റ് നമ്മൾ കുറയ്ക്കേണ്ടത്. അതായത് ഒന്നുകൂടി ഞാൻ പറയാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ വേക്കൻസിയും അൺറിയലൈസ്ഡ് റെൻറ്റും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ ആദ്യം നോർമൽ രീതിയിൽ റീസണബിൾ റെൻറ്റ് കാണും. റീസണബിൾ റെൻറ്റ് എന്ന് പറയുന്നത് MVFRBയും കമ്പയർ ചെയ്യും, ഹയർ എടുക്കും. സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും, ലോവർ എടുക്കും. അതാണ് റീസണബിൾ റെൻറ്റ്. അത് കണ്ട ശേഷം നമ്മൾ നെക്സ്റ്റ് എഴുതുന്നത് ആക്ച്വൽ റെൻറ്റ് എന്നുള്ളൊരു ആക്ച്വൽ റെൻ്റ് ആണല്ലോ. അപ്പോൾ അതിന് പകരം നമ്മൾ ആനുവൽ റെൻറ്റ് എടുക്കും, ഒരു വർഷത്തെ റെൻറ്റ് എടുക്കും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ അൺറിയലൈസ്ഡ് റെൻറ്റ് കുറയ്ക്കും. ആക്ച്വൽ റെൻറ്റിന് പകരം ആനുവൽ റെൻറ്റ്, ഒരു വർഷത്തെ റെൻറ്റ് എടുക്കും, അതിൽ നിന്ന് അൺറിയലൈസ്ഡ് റെൻറ്റ് കുറയ്ക്കും. കുറച്ച് കിട്ടുന്ന വാല്യൂവും നമ്മുടെ നേരത്തെ റീസണബിൾ റെൻറ്റ് ഉണ്ടല്ലോ, ആ റീസണബിൾ റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യും. റീസണബിൾ റെൻറ്റും ഈ ആനുവൽ റെൻറ്റിൽ നിന്ന് അൺറിയലൈസ്ഡ് റെൻറ്റും കുറച്ച് കിട്ടുന്ന വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യും. എന്നിട്ട് ഹയർ എടുക്കും. ആ ഹയർ എടുത്ത വാല്യൂയിൽ നിന്ന് നമ്മൾ ലോസ് ഡ്യൂ ടു വേക്കൻസി കുറക്കും. ലോസ് ഡ്യൂ ടു വേക്കൻസി എന്ന് പറഞ്ഞപ്പോൾ 1 മന്താണ് വേക്കൻ്റ് ആയിരുന്നതെങ്കിൽ ആ ഒരു മാസത്തെ റെൻ്റ് എത്രയാണ്, അതാണ് ലോസ് ഡ്യൂ ടു വേക്കൻസി. ഇപ്പോൾ ഒരു മാസം 10,000 ആണ് റെൻ്റെങ്കിൽ 2 മാസം വേക്കൻ്റ് ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ 2 മാസത്തേക്ക് 20,000 രൂപയാണ് ലോസ് ഡ്യൂ ടു വേക്കൻസി. അപ്പോൾ ഈ റീസണബിൾ റെൻറ്റും ആനുവൽ റെൻറ്റ് മൈനസ് അൺറിയലൈസ്ഡ് റെൻറ്റും കുറച്ച വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യുക. എന്നിട്ട് ഹയർ എടുക്കും. ആ ഹയർ എടുത്ത വാല്യൂയിൽ നിന്ന് ലോസ് ഡ്യൂ ടു വേക്കൻസി കുറക്കും. കുറച്ച് കിട്ടുന്നതാണ് ആ ഒരു കേസിൽ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ ലോസ് ഡ്യൂ ടു വേക്കൻസി ഇല്ല, അല്ലെങ്കിൽ വേക്കൻസി തന്നിട്ടില്ല, അൺറിയലൈസ്ഡ് റെൻറ്റ് മാത്രമാണെങ്കിൽ അത് നമ്മൾ എവിടെ നിന്ന് കുറക്കണം? ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറച്ച ശേഷം നമ്മൾ എന്ത് കൂടെ കുറക്കണം? അൺറിയലൈസ്ഡ് റെൻറ്റ് കുറക്കണം. അൺറിയലൈസ്ഡ് റെൻറ്റ് മാത്രമാണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ നമ്മൾ ആനുവൽ റെൻറ്റിൽ നിന്ന് അൺറിയലൈസ്ഡ് റെൻറ്റ് കുറയ്ക്കരുത്. ആ ഒരു കേസിൽ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് കുറയ്ക്കേണ്ടത്. ലോസ് ഡ്യൂ ടു വേക്കൻസി തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ പറഞ്ഞ പോലെ ആനുവൽ റെൻറ്റിൽ നിന്ന് അൺറിയലൈസ്ഡ് റെൻറ്റ് കുറക്കുക. എന്നിട്ട് അതും റീസണബിൾ റെൻറ്റ് നമ്മൾ കമ്പയർ ചെയ്യുക. ആ ഹയർ എടുക്കുന്ന വാല്യൂയിൽ നിന്ന് ലോസ് ഡ്യൂ ടു വേക്കൻസി കൂടി കുറച്ച് കിട്ടുന്നതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആ ഒരു കേസിൽ. അപ്പോൾ അത്രയും ഓർത്തിരിക്കുക. അതാണ് അൺറിയലൈസ്ഡ് റെൻറ്റിൻ്റെ കേസ് പറയുന്നത്. പിന്നെ ചില കേസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്, ചില കേസിൽ വേക്കൻസി കാരണം നമ്മുടെ ആക്ച്വൽ റെൻറ്റ് അല്ലെങ്കിൽ ആനുവൽ റെൻറ്റ് വെച്ചാൽ ഒരു വർഷത്തെ റെൻറ്റ് വേക്കൻസി കാരണം നമ്മുടെ റീസണബിൾ റെൻറ്റിനേക്കാൾ കുറയുന്ന കേസുണ്ടാവും. അങ്ങനെ കുറയുന്ന കേസിൽ ഈ കുറഞ്ഞ ആനുവൽ റെൻറ്റാണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. ഒന്നുകൂടി ശ്രദ്ധിക്കുക, നമ്മുടെ ചില കേസിൽ ലോസ് ഡ്യൂ ടു വേക്കൻസി കാരണം അല്ലെങ്കിൽ വേക്കൻസി കാരണം നമ്മുടെ ആനുവൽ റെൻറ്റ് റീസണബിൾ റെൻറ്റിനേക്കാൾ കുറഞ്ഞു പോകുന്ന സിറ്റുവേഷനിൽ നമ്മൾ ആ കുറഞ്ഞ ആനുവൽ റെൻറ്റാണ് അല്ലെങ്കിൽ ആക്ച്വൽ റെൻറ്റാണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇത് ചില കേസിൽ മാത്രമേ ഇങ്ങനെ വരൂ. അതായത് ഈ വേക്കൻസി കാരണമാണ് നമ്മുടെ ആനുവൽ റെൻറ്റ് റീസണബിൾ റെൻറ്റിനേക്കാൾ കുറയുന്നതെങ്കിൽ മാത്രം ആ കുറഞ്ഞ ആനുവൽ റെൻറ്റാണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു പോയിൻ്റാണ് അത്. ഒരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ പറഞ്ഞു അൺറിയലൈസ്ഡ് റെൻറ്റ് നമുക്ക് എവിടെയാണ് കുറയ്ക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ അൺറിയലൈസ്ഡ് റെൻറ്റിൽ നമ്മൾ ഒരു 4 കണ്ടീഷൻ പറയുന്നുണ്ട്, അതിലൊരു റൂള് പറയുന്നുണ്ട്. ഈ റൂളിൽ പറയുന്ന 4 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് കണ്ടീഷൻസ് ഓർ റൂൾ 4 ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് ക്വസ്റ്റ്യനിൽ തരുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും അൺറിയലൈസ്ഡ് റെൻറ്റ് കുറയ്ക്കരുത്. കാരണം ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അൺറിയലൈസ്ഡ് റെൻറ്റിന് ഡിഡക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, കണ്ടീഷൻസ് നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ റൂൾ 4 ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് പറയുവാണെങ്കിൽ നമുക്കൊരിക്കലും അൺറിയലൈസ്ഡ് റെൻറ്റ് കുറയ്ക്കാൻ പറ്റില്ല. ആ കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഈ അൺറിയലൈസ്ഡ് റെൻറ്റ് തന്നിട്ടുണ്ട്, പക്ഷെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണ് ടെനൻറ്റ് റിസൈഡിങ് ഇൻ ദി ഹൗസ്, അതായത് ടെനൻറ്റ് ഇപ്പോഴും ആ വീട്ടിൽ തന്നെ താമസിക്കുന്നു എന്ന് തരുവാണ്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ആ റൂളിൽ പറയുന്നൊരു കാര്യമാണ് ടെനൻറ്റ് ആ ഒരു പ്രോപ്പർട്ടിയിൽ പിന്നീട് താമസിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യനിൽ ടെനൻറ്റ് ഇപ്പോഴും ആ വീട്ടിൽ തന്നെ താമസിക്കുന്നു എന്ന് തരുവാണെങ്കിൽ ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറയ്ക്കാൻ വേണ്ടി പറ്റില്ല, ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അൺറിയലൈസ്ഡ് റെൻറ്റിൻ്റെ ഈ റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അൺറിയലൈസ്ഡ് റെൻറ്റ് കുറയ്ക്കാൻ പറ്റില്ല. ടെനൻറ്റ് റിസൈഡിങ് ഇൻ ദ ഹൗസ്, അല്ലെങ്കിൽ ഇപ്പോഴും ആ വീട്ടിൽ തന്നെ തുടരുന്നുണ്ടെന്ന് പറയുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അൺറിയലൈസ്ഡ് റെൻറ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ കാര്യം കൂടി എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതെ, അപ്പോൾ നമ്മൾ പറഞ്ഞു
ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ കുറയ്ക്കുന്ന 23 പ്രകാരം കുറയ്ക്കുന്ന 2 ഡിഡക്ഷനാണ്. ഒന്ന് മുനിസിപ്പൽ ടാക്സും ഒന്ന് അൺറിയലൈസ്ഡ് റെൻറ്റും. ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ആനുവൽ വാല്യൂവിന് നമ്മൾ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 പ്രകാരം 2 ഡിഡക്ഷൻ ഉണ്ട്. ഓക്കെ, 24 പ്രകാരം 2 ഡിഡക്ഷനാണ് നമ്മൾ കുറയ്ക്കുന്നത്. അതിലൊന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്, 30% ഓഫ് ആനുവൽ വാല്യൂ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യനും 30% തന്നെയാണ് നമ്മൾ കുറക്കേണ്ടത്. 30% എന്ന് പറയുന്നത് ആനുവൽ വാല്യൂവിൻ്റെ 30% ആനുവൽ വാല്യൂവിൽ നിന്ന് തന്നെ കുറക്കുന്നു. ആനുവൽ വാല്യൂവിൽ നിന്ന് 24 പ്രകാരം കുറക്കുന്ന ഒന്നാമത്തെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് എല്ലാ കേസിലും ഈ 30% ഓഫ് ആനുവൽ വാല്യൂ തന്നെയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഇപ്പോൾ 30,000 ആണ് നമുക്ക് ആനുവൽ വാല്യൂ കിട്ടുന്നതെങ്കിൽ 30,000-ൻ്റെ 30% ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് നമ്മൾ കുറക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ഡിഡക്ഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. അത് ആനുവൽ വാല്യൂവിൻ്റെ 30% ആണ് നമ്മൾ കുറക്കേണ്ടത്. 30% വേണ്ടിയിട്ട് അത് കുറക്കാം. ഇനി അതിൽ വരുന്ന രണ്ടാമത്തെ ഡിഡക്ഷൻ ആണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ലോണിൽ തന്നെ 2 തരമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, സെൽഫ് ഒക്കുപ്പൈഡ് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലെറ്റ് ഔട്ടിന് ഇൻട്രസ്റ്റ് ഓൺ ലോണിന് ലിമിറ്റ് ഇല്ല, എത്ര വേണമെങ്കിലും നമുക്ക് കുറയ്ക്കാം. സെൽഫ് ഒക്കുപ്പൈഡിന് മാത്രമാണ് നേരത്തെ പറഞ്ഞ ലിമിറ്റ് ഒക്കെ വരുന്നത്. ലെറ്റ് ഔട്ടിന് ആ ലിമിറ്റ് ഇല്ല. അപ്പോൾ ലെറ്റ് ഔട്ടിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരുന്ന സമയത്ത് 2 തരത്തിലാണ് വരുന്നത്. ഒന്ന് കറണ്ട് ഇയർ ഇൻട്രസ്റ്റും ഒന്ന് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റും. ഇനി അതിൽ കറണ്ട് ഇയർ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 5 lakh ആണ് നമ്മുടെ ലോൺ എമൗണ്ട് എങ്കിൽ 8% ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ 5 lakh into 8% കാണാം. അതാണ് നമ്മുടെ കറണ്ട് ഇയർ ഇൻട്രസ്റ്റ്. കറണ്ട് ഇയർ ഇൻട്രസ്റ്റ് നമുക്ക് കൂടുതലും ക്വസ്റ്റ്യനിൽ തന്നെ അതിൻ്റെ എത്രയാണ് ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് തരും. തന്നില്ലെങ്കിൽ ഈ ലോൺ എമൗണ്ടിനെ എന്ത് ചെയ്യുക, ഡയറക്റ്റ് പെർസെൻറ്റേജ് കണ്ടിട്ട് അതാണ് കറണ്ട് ഇയർ ഇൻട്രസ്റ്റ് വരിക. പിന്നെ രണ്ടാമത്തെ ഇൻട്രസ്റ്റ് ആണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി, അതായത് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് എടുത്ത ലോണിൻ്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് ആണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് 5 വർഷം വരെയാണ് നമുക്ക് ഈ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. കൺസ്ട്രക്ഷൻ തീർന്ന് 5 വർഷം. അപ്പോൾ ഈ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഈ പീരീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ തുടങ്ങിയ തീയതി നോട്ട് ചെയ്യുക. കൺസ്ട്രക്ഷൻ തുടങ്ങിയ തീയതിയും കൺസ്ട്രക്ഷൻ എപ്പോഴാണോ തീരുന്നത് ആ തീരുന്നതിന് തൊട്ടു മുന്നത്തെ മാർച്ച് വരെയാണ് നമ്മുടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2018 ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങി. 2018 ഒക്ടോബർ 1 ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങിയെന്ന് വിചാരിക്കാം. 2022 മാർച്ചിൽ കൺസ്ട്രക്ഷൻ തീർന്നു. 2022 മാർച്ചിൽ കൺസ്ട്രക്ഷൻ തീർന്നു. അപ്പം നമ്മുടെ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് 1/10 ഒക്ടോബർ 1 2018 മുതൽ 2022 തീരുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുന്നത്തെ മാർച്ച് എന്ന് പറയുന്നത് 2021 മാർച്ചാണ്. അപ്പോൾ 31/3/2021 വരെയാണ് നമ്മുടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണോ കൺസ്ട്രക്ഷൻ തീരുന്നത് അതിന് തൊട്ട് മുന്നത്തെ മാർച്ച് വരെയാണ് നമ്മുടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് വരിക. സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് അത് തന്നെയാണ്. തീരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ തീർന്ന ആ വർഷം അല്ലെങ്കിൽ തീർന്ന ഡേറ്റിന് തൊട്ട് മുന്നത്തെ മാർച്ച് വരെയാണ്, മാർച്ച് 31 വരെയാണ് നമ്മുടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് വരിക. അതിനുശേഷം ആ പീരീഡിൽ എത്ര മന്ത് ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യണം, എത്ര മാസം ഉണ്ടെന്ന് നമ്മൾ ആദ്യം തന്നെ കൗണ്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോണിൻ്റെ എമൗണ്ട്, ഇപ്പോൾ 5 ലക്ഷമാണ് ലോണിൻ്റെ എമൗണ്ട് എന്ന് വിചാരിക്കുക, 8% ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ 5 ലക്ഷം ഇൻറ്റു 8/100 കാണാം. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഈ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ എത്ര മന്ത് കിട്ടി, ഒരു 30 മന്ത് കിട്ടിയെന്ന് വിചാരിക്കാം. 30 മന്ത് കിട്ടിയെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞേ, അതായത് ഒക്ടോബർ 1 2018 മുതൽ 31/3/2021 വരെ ഒരു 30 മാസം ഉണ്ട് എന്ന് വിചാരിക്കുക. ഉണ്ടെങ്കിൽ ആ 30/12 ചെയ്യാം. 30/12 ആണ് നമ്മൾ ചെയ്യുന്നത്. 12 എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സെയിം ആണ്, ഡിവൈഡ് ബൈ 12 ആണ് ചെയ്യുന്നത്. എത്ര മാസം ഉണ്ടോ ഡിവൈഡ് ബൈ 12 ചെയ്യാം. അപ്പോൾ ഈ 5 ലക്ഷം ഇൻറ്റു 8% ഇൻറ്റു 30/12. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ. ഈ ഒരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഡയറക്റ്റ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റില്ല. ഇതിൻ്റെ 1/5 മാത്രമേ നമുക്ക് ഒരു വർഷം നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ഈ കിട്ടിയ എമൗണ്ടിൻ്റെ 1/5 കാണാം. നമ്മൾ അവിടെ എഴുതുന്നതും അതുപോലെ തന്നെയാണ്. 1/5 ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് എന്നാണ് നമ്മൾ അവിടെ എഴുതുന്നത്. കാരണം ഇത് 5 വർഷം കൊണ്ടാണ്, നമുക്ക് 5 വർഷത്തേക്ക് നമുക്ക് ഡിഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഓരോ വർഷം
ഇതിൻ്റെ 1/5 മാത്രമേ നമുക്ക് ഡിഡക്ഷൻ കിട്ടൂ. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് 1/5 മാത്രമേ ഡിഡക്ഷൻ കിട്ടൂ. അപ്പോൾ ഈ കണ്ട എമൗണ്ടിൻ്റെ 1/5 ആണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കേണ്ടത്. അപ്പോൾ അത്രയാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ഇയർ ഇൻട്രസ്റ്റും പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് രണ്ടും ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് മൊത്തത്തിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഏതിൻ്റെ കൂടെ കുറക്കുക, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ കൂടെ കുറക്കുക. അതായത് ആനുവൽ വാല്യൂന്ന് നിന്ന് ഈ രണ്ട് ഡിഡക്ഷനും കൂടി കുറക്കുക. ഇനി പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് നമ്മൾ പറഞ്ഞു 5 വർഷത്തേക്ക് മാത്രമേ നമുക്ക് ഡിഡക്ഷൻ കിട്ടൂ. കൺസ്ട്രക്ഷൻ തീർന്ന് 5 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്യേണ്ട, ക്വസ്റ്റ്യനിൽ തന്നു എന്ന് കരുതി നമ്മൾ കാണേണ്ട. 5 വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് 5 വർഷത്തേക്ക്, കൺസ്ട്രക്ഷൻ തീർന്ന 5 വർഷത്തേക്ക് മാത്രമാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നത്. അതിനുശേഷം നിങ്ങൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് കാണേണ്ട ആവശ്യമില്ല. 5 വർഷം തീർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കേണ്ട കാര്യമില്ല. മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എന്ന് തന്നാൽ മാത്രമേ നമുക്ക് കുറക്കാൻ പറ്റൂ. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ കേസിൽ ഡ്യൂ ആയാൽ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ കുറക്കാൻ പറ്റും. ഓക്കെ, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എന്ന് തന്നാൽ മാത്രമേ നമുക്ക് കുറക്കാൻ പറ്റൂ. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ കേസിൽ ഡ്യൂ എന്ന് തന്നാൽ തന്നെ നമുക്ക് കുറക്കാം. ഡ്യൂ ഓർ അക്രൂവൽ ബേസിസിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ കേസിൽ നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. പെയ്ഡ് ആവണമെന്ന് നിർബന്ധമില്ല. ഡ്യൂ എന്ന് തന്നാൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് ഓൺ ലോൺ കുറക്കാൻ വേണ്ടി പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞു ലെറ്റ് ഔട്ടിന് ലിമിറ്റ് ഇല്ല, സെൽഫ് ഒക്കുപ്പൈഡിന് മാത്രമാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോണിന് ലിമിറ്റ് ഉള്ളത്. അപ്പോൾ ഇതും കൂടി ഓർത്തിരിക്കുക. ഇനി ക്വസ്റ്റ്യനിൽ അൺറിയലൈസ്ഡ് റെൻറ്റ് റിക്കവേർഡ്, അതായത് നേരത്തെ അലോ ചെയ്ത അൺറിയലൈസ്ഡ് റെൻറ്റ് പിന്നീട് റിക്കവർ ചെയ്യുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അരിയേഴ്സ് ഓഫ് റെൻറ്റ് നേരത്തെ കിട്ടാനുള്ളത് നമുക്ക് ഒരുപാട് വർഷം കൂട്ടി വെച്ച റെൻറ്റ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ടെങ്കിലോ, അത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇപ്പം നമ്മൾ പറഞ്ഞ രണ്ടും ഡിഡക്ഷനാണ്, 23ഉം 24ഉം ഡിഡക്ഷനാണ്. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, ഈ അൺറിയലൈസ്ഡ് റെൻറ്റ് റിക്കവേർഡും അരിയേഴ്സ് ഓഫ് റെൻറ്റ് റിക്കവേർഡും ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യണം. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ ഈ ആനുവൽ വാല്യൂയിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇൻട്രസ്റ്റ് ഓൺ ലോണും കുറച്ചാൽ കിട്ടുന്നത് തന്നെയാണ് നമ്മുടെ ഇൻകം ഫ്രം എച്ച് പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ ലോസ് ഫ്രം എച്ച് പി എന്ന് പറയുന്നത്. ഇനി അൺറിയലൈസ്ഡ് റെൻറ്റും അരിയേഴ്സ് ഓഫ് റെൻറ്റും ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആഡ് അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് എഴുതാം. ഇപ്പോൾ ഒരു 30,000 അൺറിയലൈസ്ഡ് റെൻറ്റ് റിക്കവേർഡ് എങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യുക, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറക്കുക. അൺറിയലൈസ്ഡ് റെൻറ്റ് ഇപ്പോൾ 30,000 ആണെങ്കിൽ 30,000 നിന്ന് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% കുറച്ച ശേഷം ബാക്കി മാത്രം എന്ത് ചെയ്യുക, ഈ പറഞ്ഞ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ആഡാണ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കുക. അൺറിയലൈസ്ഡ് റെൻറ്റ് റിക്കവേർഡും അരിയേഴ്സ് ഓഫ് റെൻറ്റ് റിക്കവേർഡും ഉണ്ടെങ്കിൽ അത് ആഡാണ് ചെയ്യേണ്ടത്, കൂട്ടുകയാണ് വേണ്ടത്. കൂട്ടുന്ന സമയത്ത് അതിൻ്റെ ആ അൺറിയലൈസ്ഡ് റെൻറ്റ് റിക്കവേർഡിൻ്റെ 30% അതിൽ നിന്ന് തന്നെ കുറക്കുക. കുറച്ച ശേഷം ബാക്കി മാത്രമേ നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതിൻ്റെ രണ്ടിനും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് 30% കുറച്ച ശേഷം മാത്രം ബാക്കി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഡയറക്റ്റ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇൻട്രസ്റ്റ് ഓൺ ലോണും കുറച്ച ശേഷം കിട്ടുന്നത് തന്നെയാണ് ഇൻകം ഫ്രം എച്ച് പി അല്ലെങ്കിൽ ലോസ് ഫ്രം എച്ച് പി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും അൺറിയലൈസ്ഡ് റെൻറ്റ് റിക്കവേർഡും അരിയേഴ്സ് ഓഫ് റെൻറ്റ് റിക്കവേർഡ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച ശേഷം ബാക്കി ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഇൻകം ഫ്രം എച്ച് പി എന്ന് പറയുന്നത്, വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇൻകം ഫ്രം എച്ച് പി ഇപ്പോൾ ഒരാൾക്ക് 2 ലെറ്റ് ഔട്ടും 2 സെൽഫ് ഒക്കുപ്പൈഡും ആണുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ 2 ലെറ്റ് ഔട്ടിൽ നിന്ന് കിട്ടുന്ന ഇൻകം സെൽഫ് ഒക്കുപ്പൈഡ് എന്തായാലും ലോസ് ആയിരിക്കും. എന്ത് ചെയ്യും, ഈ ഇൻകത്തിൽ നിന്ന് മറ്റേ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ 2 വീടിനും കൂടിയിട്ട് എത്ര 4 ലക്ഷം ഇൻകം ഉണ്ടെന്ന് വിചാരിക്കുക. 2 ഹൗസിനും കൂടി മാക്സിമം 2 ലക്ഷം ലോസ്, നമുക്കറിയാം മാക്സിമം 2 ലക്ഷം ലോസ് നമുക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ അതിന് 2 ലക്ഷം ലോസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 4 ലക്ഷത്തിന് 2 ലക്ഷം, 4 ലക്ഷം എന്ന് പറയുന്നത് ഇൻകമാണ്, 2 ലക്ഷം ലോസ് ആണ്. അപ്പോൾ അത് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2 ലക്ഷമാണ് ഇൻകമായിട്ട് ഉണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് ലോസ് ഫ്രം എച്ച് പി നമുക്ക് ഏത് ഹെഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ വർഷത്തെ ഏത് ഇൻകത്തിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എച്ച് പിയിലെ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻകം ഫ്രം എച്ച് പിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും 5 ഹെഡിൽ വെച്ചിട്ട് ഏറ്റവും എളുപ്പമുള്ള ഹെഡാണ് ഇൻകം ഫ്രം എച്ച് പി എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാൻ വരെ ബൈ.